ഹായ് ഹലോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും തൈരും വെച്ചിട്ട് റൈസിന് നല്ലൊരു ഗ്രേവി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വെണ്ടയ്ക്ക വേണം, ചെറുതായിട്ട് കട്ട് ചെയ്ത വെണ്ടയ്ക്ക വേണം, ഒരു 2 വലിയ ഉള്ളി വേണം, അതിനുശേഷം ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തത് വേണം, ഒരു 2 പച്ചമുളക്. ഇതേപോലെ കട്ട് ചെയ്ത് വെണ്ടയ്ക്ക എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ആ വഴുവഴുപ്പെല്ലാം പോയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് തോനെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കുറച്ച് ജീരകവും ഒഴിച്ചിട്ട് കടുക് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് ഒരു തീ നല്ല സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് തൈരിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു ഗ്ലാസ് തൈരിൽ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ജീരകവും വറുത്ത് പൊടിച്ച ജീരകം, അതിനുശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, എരി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തോനെ മുളക് പൊടി ഇടുക. അതിനുശേഷം ഇട്ടത് നമ്മുടെ ഗരം മസാല പൊടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എരി മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ആവശ്യത്തിന് കുറച്ച് തോനെ എരി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഒരുവിധം ഒന്ന് നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മാത്രം മതി. അതൊന്ന് ജസ്റ്റ് ആ പച്ച കെട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം. അപ്പോൾ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ചു 2-3 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് വെന്തിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ നമുക്ക് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വറ്റിച്ചിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കുക. സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.